ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ഇതാ ഒരു ആഡംബരക്കാർ ടൊയോറ്റന്റെ കൊറോള അൾട്ടീസ്. കൊറോള അൾട്ടീസ് ഉണ്ടല്ലോ, അത് ആദ്യം വന്നോണ്ടായിരുന്നു കൊറോള അല്ല, പിന്നെ അത് അൾട്ടീസ് ആയത്. ഇത് എങ്ങനെയായിരുന്നു? ഇത് ഡീസൽ വാഹനമാണ്. എത്ര ഇത് ആസ്ക് ചെയ്യണ? നമുക്ക് ശ്രീരാമെന്ന് 2 ലക്ഷം റുപ്യ ലോണും കിട്ടും. ശ്രീരാമ് 2 ലക്ഷം ലോൺ തരും. കൊടുക്കൂ. ഓക്കെ. നിങ്ങളെ വില എത്ര? ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്, 2010 മോഡൽ 11 റേസർ. ഇത് നമ്മളെ വില എന്ന് ചോദിച്ചാൽ നമ്മള് ഇപ്പൊ മറ്റുള്ളവരൊക്കെ 3.10 3.4 കൊടുക്കണ്ടെന്ന് പറയുന്നിട്ടു. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് 2.70 കിട്ടിയാ കൊടുക്കാം. അല്ല ലാസ്റ്റ് വില കേട്ടോ. അറ്റ്ലാസ്റ്റ് അതില് താഴത്ത് പോവില്ല. അതിലായത്. ഓക്കെ. KL 14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ചെറിയ ബഡ്ജറ്റുള്ള കാറുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആണിത്. നമ്മുടെ മുജീബ് ഖാന്റെ സൺറൈസിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. മുജീബ് ഖാ, കുറേ ആയി നമ്മള് വീഡിയോ ചെയ്തിട്ട്. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? കച്ചവടമൊക്കെ എങ്ങനെ? ഉഷാറ്. വണ്ടികൾ ഷോർട്ട് ആയിരുന്നു അല്ല, അതാ വിളിക്കാത്ത. ഇപ്പൊ ഒരുപാട് വണ്ടികൾ കേറിയിട്ടുണ്ട്. വണ്ടികള് കുറെ പോയി. ഇപ്പൊ കുറച്ച് കേറിയിട്ടുണ്ട്. അല്ല, ഞാൻ ഈ കൂടെ ഡെയിലി ഈ കൂടെ പാസ് ചെയ്യുമ്പോ ഞാൻ നോക്കലുണ്ട്. 10-25 വണ്ടി പോയില്ലേ? ഇപ്പൊ കുറെ വണ്ടികൾ പോയില്ലേ? വണ്ടി പുതിയത് കേറി കുറച്ച്. അല്ല, കുറെ പോയി കുറെ കേറി. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഒക്കെ സുഖാണ്. എന്ന് പ്രശ്നോടൊന്നും പറയണ്ട. എന്താ പറയാന്, 1 ലക്ഷം രൂപ മുതൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ വരെ ഉണ്ടല്ലേ വാഹനങ്ങളുണ്ട്. എന്നിരുന്നാലും കൂടുതൽ ഇവിടെ ഉള്ള വണ്ടികള് ചെറിയ ബഡ്ജറ്റില്, അതായത് ഒരു കൊക്കിൽ ഒതുങ്ങുന്ന വിലക്കുള്ള വാഹനങ്ങൾ അല്ല, ഏതൊരാൾക്കും എടുക്കാൻ പറ്റിയ വാഹനങ്ങൾ. ക്യാഷ് കൊടുത്തിട്ട് എടുക്കാൻ പറ്റിയ ചില്ലറ പൈസന്റെ വണ്ടികളുണ്ട്, 1, 2. പിന്നെ ലോൺ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. മൈലേജ് കൂടുതൽ കിട്ടുന്ന കുറെ വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഹോണ്ടന്റെ അമേസ് ഒക്കെ ഇവിടെ 4-5 പീസോളം ഉണ്ട്. അതുപോലെ തന്നെ ടൊയോറ്റന്റെ ഇറ്റിയോസ് ഉണ്ട്. പിന്നെ ഒരുപാട് വാഹനങ്ങൾ, എല്ലാം ജനപ്രിയ വണ്ടികളാണ്. ഏകദേശം ഒരു എത്ര വണ്ടികൾ ഉണ്ടാവും? ഇപ്പൊ 32-33 വണ്ടി ഉണ്ട്. 33 വണ്ടികളുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ എല്ലാ വണ്ടിയും ഉൾപ്പെടുത്താൻ പറ്റൂല. നമുക്ക് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. കുറച്ച് വണ്ടികൾ ഇപ്പൊ കാണിക്കാം, ബാക്കിയുള്ള വാഹനങ്ങൾ അടുത്ത വീഡിയോയിൽ 2ാമത്തെ എപ്പിസോഡായിട്ട് കാണിച്ചു തരാം. പിന്നെ മുജീബ്, വേറെന്ത് പാട്? വേറെന്താ, എല്ലാം സുഖാണ്. ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ? ലൊക്കേഷൻ നമ്മളെ മഞ്ചേരിയിൽ നിന്ന് വരികയാണെങ്കിൽ അമൃത സ്കൂൾ ഉണ്ട് ഇവിടെ. ഓക്കെ. അമൃത സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ വെള്ളാമ്പുറത്ത് വരികയാണെങ്കിലും 2 കിലോമീറ്റർ ഏകദേശം സെയിം ആണ്. വെള്ളാമ്പുറത്ത് വരുമ്പോ 4 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് വരുമ്പോ 3.5 കിലോമീറ്റർ. ഓക്കെ. അപ്പോ എന്തായാലും നിങ്ങളെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ആളുകളെ അതിൽ വിളിച്ചോട്ടെ. ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ നമ്മ ഓരോ വണ്ടിയായിട്ട് തുടങ്ങല്ലേ? നേരെ വണ്ടിയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഒരു ക്രെട്ടൻ ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ. റേഞ്ച് കൂടുതൽ ഉണ്ടാവും. ഇത് ക്രെട്ടയാണ്, ബാക്കിയൊക്കെ ചെറിയ ബഡ്ജറ്റ് കേട്ടോ. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2018 മോഡലാണ്. ഡീസലാണ്. 1.4 ഇഞ്ചിനാണ്. ഓക്കെ. മൈലേജ് കൂടുതൽ കിട്ടും. ഇൻഷുറൻസ് കുറയും. ഇൻഷുറൻസ് സ്വിഫ്റ്റിന്റെ ഇൻഷുറൻസ് വരുള്ളൂ. ഓക്കെ. മറ്റേതിപ്പോ 1.6 ഒക്കെ ആണെങ്കിൽ നമുക്ക് 10 രൂപ ഇൻഷുറൻസ് വരും. ഓക്കെ. ഇതാവുമ്പോ നമുക്ക് തേർഡ് പാർട്ടി ആവുമ്പോ 4,400 സ്വിഫ്റ്റിന്റെ ഇൻഷുറൻസ്. അത്ര തന്നെ, ഒരു 5,000 രൂപ വരുള്ളൂ. 5,000 രൂപ അല്ല, അത് ഒരു ഇതല്ല. പിന്നെ ഇതിന്റെ ഈ 1.4ന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇത് വണ്ടി വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു ഡോക്ടർ യൂസേജ് ആണ്, ഇപ്പൊ പറയാൻ പാടില്ല. എന്നാലും ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 1.33 ഓടി. 1.33. വലിയ ഓട്ടോ അല്ല, ഡീസൽ വണ്ടിയല്ല, വലിയ ഓട്ടോ ഒന്നല്ല. പിന്നെ വലിയ വിഷയമല്ല. കണ്ടീഷനിലും ഓക്കെ അല്ല? നല്ല കണ്ടീഷൻ, മെക്കാനിക് പരമായിട്ട് ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണത് 760 നമ്മൾ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 710 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 6.5 ലോൺ കൊടുക്കാം. എത്ര മോഡൽ പറഞ്ഞ? 2018 മോഡൽ, 18 വണ്ടി. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിട്ടെ, ഒരു റിഡ്സ് കാറ്, അതും നല്ല മാർക്കറ്റ് ഉള്ള ഒരു കളർ. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഡീസലാ പെട്രോൾ? ഇത് ഡീസൽ. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2011 മുതൽ 12 റേസർ. 12 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി അല്ല? ഓക്കെ. ന്യൂ ഷേപ്പാ? അല്ല, മോഡൽ. ഓക്കെ. എങ്ങനെയായിരുന്നു ഓട്ടം കാര്യങ്ങളൊക്കെ? കോഫി കളറാണ്. 1.56 ഓടിക്കണേ. VDI? തേർഡ് ഓണർ വണ്ടി. ഓപ്ഷൻ VDI അല്ലേ?
ഓക്കെ. തട്ടുമുട്ട് ഇടിയുത്ത് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക്കലൊക്കെ ഉസാർക്ക് മുന്തിരി എത്ര കൊടുക്കത്? ഇത് നമ്മള് ചോദിക്കണത് 2.25 ചോദിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, 2.5 കൊടുക്കും. 2.5 കൊടുക്കല്ലേ ലാസ്റ്റ് വില കേട്ടോ. ലോണും ഫുള്ള് കേറുമല്ലേ? ലോണ് ഇതിമേല് ശ്രീറാം ഫിനാൻസ്. ലോണ് കിട്ടാൻ ചാൻസ് കുറവാ. 1 ലക്ഷം കിട്ടൂലേ? ശ്രീറാം ഫിനാൻസ് കിട്ടും. ശ്രീറാം കിട്ടൂല? 1.5 കിട്ടും. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഗണർ അല്ല? അതെ. എങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2012 മുകളിൽ ക്വാളിറ്റി വണ്ടിയാണ്. അധികം ടച്ചപ്പ് കാര്യങ്ങളൊന്നും കേറാത്ത നല്ല അലുവക്കണ്ട പോലത്തെ വാഹനം. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടാവും. അതെ. ഓക്കെ. നല്ല വണ്ടിയാണ്. ഓട്ടോ ഒക്കെ എത്ര ഉണ്ട്? ഓട്ടോ ഒന്നിന്റെ മുകളിൽ എന്ത് ചില്ലറ. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല ടച്ചപ്പും കൂടി അധികം കയറിയില്ല. ബമ്പറൊക്കെ ടച്ച് ചെയ്ത് നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയല്ല? ഓക്കെ. ഇത് ഓപ്ഷൻ VXi VXi ഫുള്ളാണ്. 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന ഒരു വാഹനം. എത്ര കൊടുക്കത്? ഇത് നമ്മള് 2.5 രൂപ ചോദിക്കണം. നമുക്ക് 2.40 കൊടുക്കാം. 2.40 കൊടുക്കാം. മാക്സിമം ലോണൊക്കെ എത്ര ചെയ്യാം? ലോണൊക്കെ എന്തായാലും ഒരു 1.25 ലോൺ കിട്ടും. ചെയ്യല 2 രൂപ വരെ കിട്ടും. അപ്പൊ ആവശ്യക്കാര് ചെയ്ത് കൊടുക്കാം. വിളിച്ചോട്ടെ അല്ല? ഇവിടെ ഒരു ഖിദ്മത്തിന്റെ ഒരു ഇത്യോസ് ലിവ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ടൊയോറ്റന്റെ വാഹനം. എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത് 2015 മോഡല്. കളർ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഓക്കെ. ഇത് GDSP ആണ്. GDSP എയർ ബാഗ്, ABS, അലോയ്സ് അല്ല എല്ലാം വരുന്നുണ്ട്. വണ്ടി നല്ല ചെയ്താണ്. ഒരു ഗ്രേ കളറാണ്. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. വണ്ടി എന്ത് പാട് മെക്കാനിക് പരമായിട്ടല്ലോ? നല്ല വണ്ടിയാ. റീ-രജിസ്റ്റേർഡ് വണ്ടി? നമ്പർ ആയ വണ്ടിയല്ല? നമ്പറായ വണ്ടിയാണ്. ഓക്കെ. ഓട്ടൊക്കെ വല്ലാണ്ടുണ്ടോ? ഇല്ല, ഇതിൽ കാണുന്നത് 1.27 ആണ്. നമുക്ക് പറയാൻ പറ്റും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല? ഒന്നുമില്ല. ഗ്ലാസ് ഒക്കെ ടൊയോട്ടന്റെ ഗ്ലാസ് തന്നെയാണ് അതിൽ കാണുന്നത്. വണ്ടി നല്ല കാണാൻ വൃത്തിയുണ്ട്. പിന്നെ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ എല്ലാം നല്ല വൃത്തിയിൽ വെക്കും കേട്ടോ. നമ്മളെ മുജീബ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ വണ്ടികൾ വരുന്നത് പല കോലത്തിലായിരിക്കും അല്ല? അതിനൊക്കെ കൊണ്ടുപോയി ടച്ചപ്പ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണ്ട് നല്ല കുട്ടപ്പനാക്കിയിട്ടാണ് ഇവിടെ നിർത്തല്. പിന്നെ വണ്ടിനെ പറ്റി കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇത് എത്രക്ക് ചെയ്യാം? ഇത് നമ്മള് ചോദിക്കണതൊക്കെ 4.10 ആണെങ്കിലും ഒരു 3 MB കൊടുക്കാം. 3 MB കൊടുക്കാം. 3 MB കൊടുക്കാം. 15 വണ്ടി 3.25 3 രൂപ ലോണും കിട്ടും അല്ലെ? ആവശ്യക്കാർ വിളിച്ചോട്ടെ. ചിമ്മിറ്റ് ഇറക്കാൻ പറ്റിയ ഒരു ഖിദ്മത്തിന്റെ പെട്ടി പീസ്. ഹോണ്ടന്റെ അമേസ് ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ്. അതും ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം. മുജീബ് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് മറ്റേ 2021 വാഹനം. ഓക്കെ. ഹോണ്ട അമേസ് VX ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് വരാത്ത VX കേട്ടോ. സൺറൂഫ് ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ആകെ 29,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ ആണ്. അതൊരു വീട്ടിൽ തന്നെ ആയതാണ്. വീട്ടിൽ തന്നെ രണ്ടായതാണ്. ഓക്കെ. വണ്ടിമ വേറെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. നല്ല കിടിലം വണ്ടി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു പെട്ടി പീസ് കണ്ണി ചിമ്മിട്ട് ഇറക്കാം. അതെ. എത്ര ഇത് ആസ്ക് ചെയ്യണേ? ഇത് നമ്മൾ ചോദിക്കണതൊക്കെ 6.70 ആണ്. നമുക്കൊരു 6.30 കൊടുക്കല. ലാസ്റ്റ് വില കേട്ടോ. അതെ. ഓട്ടോമാറ്റിക് ആണ്. 29 ഓട്ടേ ഉള്ളൂ. 6 ലോണും കിട്ടും. 6 ലോണും കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടല്ല? ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ഇതാ ഒരു ആഡംബരക്കാർ ടൊയോറ്റന്റെ കൊറോള അൾട്ടീസ്. കൊറോള അൾട്ടീസ് ഉണ്ടല്ലോ. അത് ആദ്യം വന്നോണ്ടായിരുന്നു കൊറോള അല്ല, പിന്നെ അത് അൾട്ടീസ് ആയത്. ഇത് എങ്ങനെയായിരുന്നു? ഇത് ഡീസൽ വാഹനമാണ്. 2010-11 ആണ്. 11. ഇപ്പൊ പുതിയ പേപ്പർ എടുത്ത വണ്ടി. പേപ്പർ പുതിയ 5 കൊല്ലം എടുത്തിട്ടുണ്ട്. 5 കൊല്ലം എടുത്തു. ഓക്കെ. എന്തുപാട് വണ്ടി മെക്കാനിക് കാര്യങ്ങളൊക്കെ? വണ്ടിയല്ല, അടിപൊളി വണ്ടി. അടിപൊളി. നല്ല വണ്ടി. നല്ല കിടക്കാച്ചു വണ്ടിയല്ല? കണ്ണി ചിമ്മിട്ട് എടുക്കാം. ഓട്ടൊക്കെ വല്ലാണ്ടുണ്ടോ? ഓട്ടോ ഇതില് കാണുന്നത് ഒന്നിന്റെ മേലെന്തോ പഴയ വണ്ടിയല്ല. ഓട്ടോ നോക്കിയിട്ട് കാര്യമില്ല. വണ്ടി ക്വാളിറ്റി നോക്കിയാൽ മതി. ക്വാളിറ്റി ഒക്കെ അതിന്റെ അർലൈറ്റ് കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഒക്കെ. അതെ. ഇഞ്ചിന് കാര്യങ്ങളൊക്കെ 2 അർലൈറ്റും പുതിയതാണ്. അതൊക്കെ പുതിയ അല്ലേ? അതിപ്പോ നമ്മള് പേപ്പർ എടുക്കാൻ വേണ്ടിട്ട് അർലൈറ്റ് ഒക്കെ മാറ്റി ഉസാറാക്കി. അതെ. എന്തായാലും പിന്നെ ടെസ്റ്റ് കൊടുക്കുമ്പോ എല്ലാം പുതുക്കണല്ലോ അല്ലെ? വണ്ടിയൊക്കെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ. 5 കൊല്ലം പേപ്പർ ഉണ്ട്. അതെ. വേറെ വണ്ടിമ വേറെ തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ആസ്ക് ചെയ്യണേ? ഇത് നമുക്ക് ശ്രീരാമന് 2 ലക്ഷം രൂപ ലോണും കിട്ടും കേട്ടോ. ശ്രീരാമ് 2 ലക്ഷം ലോൺ തരും? കൊടുക്കൂ. ഓക്കെ.
നിങ്ങളെ വില എത്ര ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് 2010 മോഡൽ 11 റേസർ. ഇത് നമ്മളെ വില എന്ന് ചോദിച്ചാൽ നമ്മള് ഇപ്പൊ മറ്റുള്ളവരൊക്കെ 3.10 3.4 കൊടുക്കണ്ടെന്ന് പറയുന്നട്ടോ. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് 2.70 കിട്ടിയാ കൊടുക്കാം. അല്ല ലാസ്റ്റ് വില കേട്ടോ. അറ്റ്ലാസ്റ്റ് അതില് താഴത്ത് പോവില്ല. അതിലായിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് ആവശ്യക്കാര് വന്ന് നോക്കിക്കോ, ലോണും കിട്ടും കേട്ടോ. ലോണും കിട്ടും. നല്ല അലുവക്കണ്ടം പോലത്തെ ഒരു ഡീസൽ വണ്ടി, ടൊയോറ്റന്റെ ഇറ്റിയോസ് ആണ്. നല്ല ബൂട്ട് സ്പേസ്, അതുപോലെ തന്നെ മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്ന, മെയിൻ്റനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള ഒരു വാഹനം. അതും ഈ ടാക്സിക്കാരൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ. ടാക്സിക്കാർ യൂസ് ആക്കാൻ കാരണം എന്താ വെച്ചാൽ വണ്ടിന്റെ പെർഫോമൻസ് അങ്ങനെയാണ്. മൈലേജ് ഈ വണ്ടി ഇതിപ്പോ പ്രൈവറ്റിലാണ് ഉള്ളത്. ടാക്സി വേണമെന്നുണ്ടെങ്കിൽ ടാക്സി ആക്കാം. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടി, അടിപൊളി വണ്ടി. പിന്നെ എങ്ങനെയായിരുന്നു? 2016 മോഡല്. ഓക്കെ. VXT ആണ് ഏറ്റവും ഫുൾ ഓപ്ഷനാ. VXT ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. അലോയ്സ് ഒക്കെ വരുന്ന വണ്ടി. അലോയ്സ് നമ്മളെ സ്റ്റിയറിംഗ് ബട്ടണ് കാര്യങ്ങൾ, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ടയർ 4 പുതിയ ടയർ, DR എല്ലാ സെറ്റപ്പ്. ഓക്കെ. ഇത് കേരള വണ്ടിയാ? കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർ. ഒരു ടെൻഷനും വേണ്ട. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 1.15 അല്ലേ? ഓക്കെ. ഓട്ടോ കൂടുതലല്ല. 5 ലക്ഷം 6 ലക്ഷം കിലോമീറ്റർ ഓടൂലേ? അതെ. ഒരു ടെൻഷനും വേണ്ട. ഇനി എത്രയോ ഓണൊക്കെ എടുക്കുന്നുണ്ട്. 5 ലക്ഷത്തിലാണ് ഇതിന്റെ ടൈമിംഗ് തന്നെ മാറ്റുന്നത്. 5 ലക്ഷത്തി. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റൂ? ഇത് നമുക്ക് 5.25 നമ്മൾ ചോദിക്കുന്നുണ്ട്. ഒരു 5.45 ചെയ്യാം. നമുക്ക് 5.45 കൊടുക്കാം. ഓക്കെ. ലോണൊക്കെ എത്ര കിട്ടും? ടാക്സിക്കാർക്കൊക്കെ പറ്റിയ വാഹനം കേട്ടോ. നല്ല വണ്ടിയല്ല? നല്ല വണ്ടി, കണ്ണി ചിമ്മിട്ട് ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ഇത്. ലോണ് എന്റെ അഭിപ്രായത്തിൽ 4.25 5 ലോണും കിട്ടും. ഫുള്ള് കിട്ടുവാ? ഒരു 30 40 ഉണ്ടെങ്കിൽ ഇറക്കാൻ മതിയാവും അല്ലേ? ഓക്കെ. നല്ല അലുവക്കണ്ടം പോലത്തെ ഫാൻസി നമ്പർ 888 ആണ് നമ്പർ വരുന്നത്. അതും KL 60 കാഞ്ഞങ്ങാട് രജിസ്റ്റേർഡ് ആണ് വണ്ടി. നിസാന്റെ ടെറാനോ. എങ്ങനെയായിരുന്നു ഇത് മോഡൽ? 2017 മോഡല്. 17 വണ്ടിയല്ല? കേരള വണ്ടിയല്ല? ഒറിജിനൽ അല്ല? കേരള വണ്ടി. 85,000 കിലോമീറ്റർ ഓട്ടം. എത്ര? 85,000 കിലോമീറ്റർ. ഓട്ടം കമ്മി അല്ല? നല്ല ക്ലീൻ പീസ്. സെക്കൻഡ് ഓണർ വണ്ടി. ഡീസൽ അല്ല വണ്ടി? ഡീസൽ. ഓക്കെ. സെക്കൻഡ് ഓണർ ആണ്. ഇതൊക്കെ എത്ര മൈലേജ് കിട്ടും? നമുക്ക് ഏകദേശം ഫുൾ ഓണൊക്കെ കയറ്റാം. ഫുൾ ഓൺ കൊടുക്കാം. ഇത് മൈലേജ് ഒക്കെ എത്ര കിട്ടും? മൈലേജ് 18-20 മൈലേജ് കിട്ടും. ഡീസൽ കിട്ടൂല? കിട്ടും. 85 ഇഞ്ചാട്ടോ. 85 ആണല്ലേ? വണ്ടി വേറെ തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല? ഒന്നുമില്ല. പെട്ടി പീസ് ആണ്. എത്രക്ക് ചെയ്യാൻ പറ്റും? ആകെ 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ ചോദിക്കണത് 5.5 ആണ്. 5.10 നമുക്ക് കൊടുക്കാം. 5.10 കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. ഒരു നയ പൈസ ഇല്ലാതെ ലോൺ തീർക്കാൻ പറ്റിയ മോഡൽ വണ്ടിയാണ്. ആവശ്യക്കാർ വന്നോട്ടെ. ഇതെവിടെ? വീണ്ടും ക്രെട്ടയാണ്, ഡീസലാണ്, 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മുജീബ് മോഡൽ കാര്യങ്ങൾ? 2016 മോഡല്. ഇത് 1.4 ആണ്. 1.4. 20 കിലോമീറ്റർ മൈലേജ്. 20 കിലോമീറ്റർ മൈലേജ്. ഇൻഷുറൻസ് ഇൻഷുറൻസ് 5ന്റെ ഉള്ളിലേക്ക് വരും. 5ന്റെ ഉള്ളിൽ. 5ന് പുറത്തു പോകാലോ. ഇത് 1.6 ആയാലും എന്താ അറിയോ? ഒരു കൊല്ലത്തിന് 10,000 16,000 15,000 ഒക്കെ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് വരും. ഇതിന് ഇൻഷുറൻസ് വരുന്ന 7 സംതിങ് ഒക്കെ ഫസ്റ്റ് ക്ലാസ് വരുള്ളൂ. അത്ര വരുള്ളൂ അല്ലേ ഫസ്റ്റ് ക്ലാസ്? ഓക്കെ. അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട്. പിന്നെ മൈലേജ് കൂടുതലുണ്ട്. അതെ. ഇത് ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഓട്ടത് 1.17 ഓടിയിട്ടുള്ളൂ. ഏത് ഓപ്ഷൻ? ഇത് ഇതിൽ എക്സസ് വരൂല. 1.4 വരുന്നില്ല. ഓക്കെ. ഇത് EX എന്നറിയാം. ഇത് അലോയ്സ് ഒന്നും വരൂല അല്ലേ? ഇല്ല വരൂല. ഓക്കെ. വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരു കുടുംബത്തിന് യൂസ് ചെയ്യാൻ അടിപൊളി വാഹനം, അടിപൊളി വണ്ടി. അതാ 1.4 എടുത്താൽ പിന്നെ ഓൽക്ക് അതേ പറ്റുള്ളൂ. പറഞ്ഞാല് 1.6 മൈലേജ് ഇല്ലല്ലോ, തീരെ ഇല്ല. 13-14 കിട്ടുള്ളൂ. അതെ. അത് കനം കൂടുമ്പോ മൈലേജ് കുറയും. 1.6 എടുക്കണോല്ലോ ഓട്ടോമാറ്റിക് എടുക്കുള്ളൂ. മാനുവൽ എടുക്കാൻ വളരെ കുറവാണ്. അതെ. ഇത് നമുക്ക് എത്ര വിലക്ക് കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണത് 6.60 ആണ്. 6.60 ചോദിക്കുന്നുണ്ട്. 6.30 കൊടുക്കാം. 6.30 കൊടുക്കാം. 6.30 കൊടുക്കാം. 2016 ഡീസൽ വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റ് വണ്ടി, അതും 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എന്തായാലും ഒരു 22-23 മൈലേജ് എന്തായാലും കിട്ടും ലോങ് ഡ്രൈവ് ആണെങ്കിൽ. ഹോണ്ടന്റെ മൊബീലിയോ. ഇതെങ്ങനെയായിരുന്നു മുജീബ് മോഡൽ? 2015 മോഡല്. ഓക്കെ.
സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. 2015 മോഡലാണ്. 1.5 അങ്ങനെ എന്തോ ആണ് ഓട്ടം ഉണ്ട്. നല്ല വണ്ടിയാണ്, നല്ല ചൊറുക്കിലെ കളറാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ? അതെ. ഓക്കെ. ഇത് കളറിന് തന്നെ കൊടുക്കണം പൈസ? അതെ. ഇതൊരു എർട്ടിക എടുക്കുന്നത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എർട്ടികന്റെ കുറച്ച് വലിയ കൂടുന്ന വണ്ടിയാണ്. ഓക്കെ. ഒരു കയറ്റൊക്കെ വന്നാല് കുറച്ച് വലിയൊക്കെ കൂടുതലുള്ള വണ്ടി, വലിയ ഉണ്ടാവില്ല, നല്ല വലിയ ഉണ്ടാവും. ഓക്കെ. നല്ല വണ്ടി കുഴപ്പമൊന്നുമില്ല. നല്ല സ്കൂൾ ട്രിപ്പിനൊക്കെ ഇപ്പൊ ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മൈലേജ് കൊണ്ടാണ്. അതെ. എത്ര കൊടുക്കാൻ പറ്റും ഇത്? ഇത് നമ്മൾ ചോദിക്കണ 490. നമുക്ക് 4 റുപ്യ കൊടുക്കാം. 4 കൊടുക്കല്ലേ? 4 ലോൺ എത്ര കിട്ടും? ലോൺ എന്റെ അഭിപ്രായത്തിൽ ഒരു 4.25 വരെയൊക്കെ ലോൺ കിട്ടും. ഓക്കെ. ടൊയോട്ടന്റെ വണ്ടി ഇത്യോസ് അല്ല, അതും ബ്ലാക്ക് എഡിഷൻ എങ്ങനെയായിരുന്നു മോഡല്? ഇത് 11 മോഡലാ. 11 വണ്ടി. പേപ്പർ പുതിയ എടുത്തിക്കണ? ഇല്ല, ഡിസംബറിലാവുള്ളൂ. ആയിട്ടില്ലല്ലേ? എടുത്തു കൊടുക്കൂല നിങ്ങള്? ഡിസംബറിന് 6 മാസം. ഓക്കെ. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് നമ്മൾ കൊണ്ടെടുക്കണ വണ്ടിയാണ്. നിങ്ങളെ ഇത് ആഡൊക്കെ കൊടുത്തിക്കണല്ലോ, സൺറൈസ് മോഡൽ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല. 280 സെറ്റ്, ആംബ്ലി, അലോയിൽസ്, മറ്റേ അല്ല ആൻഡ്രോയിഡ് 14,000 റുപ്യന്റെ ആൻഡ്രോയിഡാണ് ഇതിന്. ഓക്കെ. എല്ലാ കാര്യങ്ങളും സബൊക്കെ കയറ്റിയ വണ്ടിയാണ്. ഓക്കെ. വണ്ടി നല്ല വണ്ടി. മെക്കാനിക് എന്തുപാട്? നല്ല മെക്കാനിക്. 2.50 കിട്ടിയാലേ കൊടുക്കുള്ളൂ അല്ലെ? നല്ല വണ്ടി ആയതുകൊണ്ടാണ് ആ ഒരു അല്ലെ നമ്മള് കൊണ്ടാക്കണല്ലേ, ഇത് വില ഇരിക്കണം. അതുകൊണ്ടാണ്. അതെ. ആവശ്യക്കാര് വിളിച്ചോട്ടല്ല. ഡീസൽ വണ്ടിയാണ്, റിഡ്സ് കാർ. ഇത് കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 13 മുതൽ 14 റേസർ, LDI കൺവേർട്ട് VDIയിലേക്ക് കൺവേർട്ട് ആക്കി. 14 വിൻഡോ VDI 14 രജിസ്റ്റേർഡ് അല്ലേ? അതെ. ഓക്കെ. 2 ഡോറ് അല്ല, 4 ഡോർ വിൻഡോ ആക്കിയില്ലേ? 2 ഡോർ. 2 ഡോർ ആക്കിയിട്ടുള്ളൂ അല്ലെ? വണ്ടി എന്തുപാട്? അങ്ങനെ നമ്മള് വന്നാണ്ട് പറയണേ, നമുക്ക് 2 ഡോറും കൂടി ആക്കി കൊടുക്കാം. ഓക്കെ. വണ്ടി എന്തുപാട്? മെക്കാനിക് കാര്യങ്ങൾ നല്ല വണ്ടി കേട്ടോ. ഉഷാറ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓണർഷിപ്പ് പറയുകയാണെങ്കിൽ 3rd or 4th ആണ്. ഓട്ടം കുറെ ഉണ്ടോ? ഇല്ല, ഒന്നിന്റെ മേലെ ചില്ലറ ഓടിട്ടോ. ഓക്കെ. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. GL46 ജയിലാണ് വണ്ടി. നല്ല ഫാൻസി നമ്പറാണ്. 7667. 7667. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 290 നമുക്കൊരു കാര്യം ചെയ്യാം, 2.25 കൊടുക്കാം. 2.25 കൊടുക്കാം. ഓക്കെ. അതും 2014 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി, ഡീസൽ വണ്ടി. 2 റുപ്യ ലോണും കിട്ടും. 2 റുപ്യ ലോണും കിട്ടും. അതും ഈ ഒരു പ്രൈസിന്റെ കാര്യം കിട്ടൂല അല്ല? കിട്ടൂല. ഓക്കെ. എന്തായാലും LDI കൺവേർട്ട് ആക്കി എന്ന് പറഞ്ഞാലും ഇതും ഒരുപാട് വില കുറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത്. അതെ. ഇവിടെ ഇതാ നമുക്കൊരു 7 സീറ്റ് വണ്ടി കാണിച്ചു കൊടുക്കാം. ഇത് എർട്ടിക അല്ലേ? എർട്ടിക. ഇത് മോഡൽ എത്രയായിരുന്നു എർട്ടിക? ഇത് 2012 മോഡല്. ഓക്കെ. പൈസ കുറഞ്ഞോൽക്ക് വാങ്ങണം. അതെ. LDI ആണ്. ഓക്കെ. ചെറിയ പൈസ കൊടുക്കാം. ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസ കൊടുക്കാം. ഓക്കെ. മെക്കാനിക് ഒക്കെ എന്തുപാട്? നല്ല മെക്കാനിക്കാ. അടിപൊളി. അല്ല, എർട്ടികനെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കില് പുതിയ ഇഞ്ചൻ പണി എടുത്തതാട്ടോ. അതെ. 65,000 റുപ്യ കൊടുത്തിട്ട് പുതിയ ഇഞ്ചൻ പണി എടുത്ത നല്ല വാഹനം. മെയിൻ്റെനൻസ് നമുക്ക് 1 മാസം ഗ്യാരണ്ടി കൊടുക്കാം. അതെ. അല്ല, എർട്ടികൊക്കെ കുറെ ആൾക്കാർ പറയും ഇവിടുന്ന് എടുക്കണ ഏത് വണ്ടിക്കും നമ്മൾ 15 ദിവസം ഗ്യാരണ്ടി കൊടുക്കും. എഞ്ചിൻ ഗ്യാരണ്ടി 15 ദിവസം. അത് നമുക്ക് വീഡിയോന്റെ ഫസ്റ്റ് പറയാം. ഓക്കെ. 15 ദിവസം കൊടുക്കും. പിന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾ സംസാരിച്ചോ, പ്രശ്നമല്ല. പിന്നെ ഈ വണ്ടി എത്ര വില? ഇത് നമ്മൾ 2012 മോഡലാണ്. LDI ആണ്. മറ്റേ പർവിൻഡോ ഉണ്ടാവില്ല, തിരിക്കണല്ലേ. പിന്നെ സെൻട്രൽ AC ഉണ്ടാവില്ല. അത് എന്നാലും ഇപ്പൊ അവനാന്റെ ഉപയോഗത്തിനൊക്കെ ഇതൊക്കെ മതി. ഒരു സാധാരണക്കാർ, ഒരു ഫാമിലി, ഒരു 6 ആൾക്ക് പോവാൻ. ഇതിപ്പോ വീഡിയോ ആണെങ്കിൽ 390 വില ഉണ്ടാവുമല്ലോ. ഇതിപ്പോ നമുക്ക് കൊടുക്കണ നമ്മൾ 320 കൊടുക്കും. 320 കൊടുക്കും. അതും 2012 മോഡല്. കറുത്തൊരു കരിങ്കോയി അല്ലെ? ഇത് ചവർലൈറ്റിന്റെ പാർക്ക്. ഇതെങ്ങനെയായിരുന്നു മജീദ്? ഇത് 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടി. ചെറിയ പൈസ കൊടുക്കല്ലേ? 95 റുപ്യ. അങ്ങോട്ട് കൊണ്ടൊന്നും പറയണ്ട. 95 റുപ്യ. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരും. എല്ലാം ഫുൾ ഓപ്ഷൻ വണ്ടി. എല്ലാം ഉണ്ട്. 95 റുപ്യ. എന്തെങ്കിലുമൊക്കെ നമ്മള് ദൂരത്തുനിന്നൊക്കെ വരുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കല്ലേ? വണ്ടി മെക്കാനിക് ഒക്കെ എന്തുപാട്? നല്ല വണ്ടിയല്ലേ? 4 അലോയ് വീൽസ് വരെ അലോയ്സ് ഒക്കെ ഇരിക്കണല്ലേ? അതെ. ഓക്കെ. വണ്ടി നല്ല വൃത്തിയുണ്ട്. ഉള്ളും പുറത്തൊക്കെ കാണാൻ വൃത്തിയുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. ഒരു
ചെറിയ അൾട്ടോ കാറൊക്കെ എടുക്കണവർക്ക് നല്ല ഇതല്ലേ. അതെ, നല്ല ഓപ്ഷൻ ആണ്. 5 കൊല്ലത്തെ പുതിയ പേപ്പറും ഉണ്ട്. അല്ല, ടെൻഷൻ വേണ്ട. ടെൻഷൻ വേണ്ട. ഓക്കെ, ഇതാ ഇവിടെ ഊണ്ടായിന്റെ ഒരു വണ്ടി കാണിച്ചു കൊടുക്കുക. ഏതായിരുന്നു ഇത്? i20 ആണ് കേട്ടോ. ഇത് ഫ്ലോഡിക് ടൈപ്പാ? ഫ്ലോഡിക് ടൈപ്പ്. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2012 മോഡല്. ഓക്കെ, 2012 മോഡല്. നല്ല കിരുമത്തിന്റെ അലോയ്സ് ഒക്കെ കയറ്റി, എക്സ്ട്രാ അലോയ്സ്. അലോയ്സ് ഒരു 10-15 അലോയ്സ് ഉണ്ട്. ഓക്കെ, 12 മോഡല്. ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം 110 അങ്ങനെ ഉണ്ടല്ലേ. റീപ്ലേസ്മെന്റ് കാര്യങ്ങള്? റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി മെക്കാനിക് ഉഷാറ്. മെക്കാനിക് ഒക്കെ ഉഷാറ്. എത്ര ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ചോദിക്കണ 285 ആണ്. നമുക്കൊരു 270 കൊടുക്കല്ലേ. ലോൺ കിട്ടുക ഇതിന്? ലോൺ കിട്ടാതെ ലോണും കിട്ടും. ഒരു 2 കിട്ടുമല്ലേ? 2.25 വരെയൊക്കെ ലോൺ കിട്ടും. 2.25 ലോണും കിട്ടും. ആവശ്യം